നമസ്കാരം. എമ്പുരാൻ വിവാദം കത്തിജ്വലിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നടൻ മോഹൻലാൽ ഖേദപ്രകടനമായി എത്തിയത് വിവാദങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുകയാണ്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവുമാണ് എന്റെ ശക്തിയെന്നും അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ലെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്നും വിവാദങ്ങൾക്കിടയിലുള്ള ആദ്യ പ്രതികരണമാണിത്. മോഹൻലാലിന്റെ പോസ്റ്റ് പങ്കുവച്ച് സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരനും രംഗത്തെത്തിയിട്ടുണ്ട്. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു? യഥാർത്ഥത്തിൽ എമ്പുരാന്റെ നിർമ്മാണത്തിന് പിന്നിൽ എന്താണ്? നടൻ പൃഥ്വിരാജാണ് ചിത്രത്തിന്റെ സംവിധായകൻ. പൃഥ്വിരാജ് എന്ന നടന് മറ്റ് നടന്മാരിൽ നിന്നൊരു പ്രത്യേകതയുണ്ട്. വിവാദങ്ങളിൽ ചെന്ന് പെടുന്നതാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം ഹോബി. ഗുജറാത്ത് കലാപത്തെ വളച്ചൊടിച്ച് BJPക്ക് നേരെയുള്ള ഒരു ആക്രമണമായാണ് എമ്പുരാനിലൂടെ അദ്ദേഹം കാഴ്ചവെച്ചത്. ഹലാൽ ഫ്ലാറ്റിന്റെ പരസ്യവും സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനും ഉൾപ്പെടെ എല്ലാം അദ്ദേഹത്തെ വിവാദത്തിലാക്കിയിരുന്നു. ചിത്രത്തിന് 48 മണിക്കൂറിൽ 100 കോടി ലഭിച്ചു എന്നൊക്കെ മാധ്യമങ്ങൾ പടച്ചുവിട്ടിരുന്നു. എമ്പുരാന്റെ ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ തന്നെ മോഹൻലാലിനും പൃഥ്വിരാജിനും നേരെ തെറി അഭിഷേകമാണ് പ്രേക്ഷകർ നടത്തിയിരുന്നത്. രാജ്യദ്രോഹങ്ങൾ പടച്ചുവിടുന്ന ഒരു സിനിമ എന്ന രീതിയിൽ BJPയും RSSും എല്ലാം സിനിമയ്ക്കെതിരെ വന്നു. ഗുജറാത്ത് കലാപത്തിന്റെ യഥാർത്ഥ സംഭവത്തെ വളച്ചൊടിച്ച് ജിഹാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി പൃഥ്വിരാജ് ഇറക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ആണ് ഈ സിനിമ. ചിത്രത്തിന്റെ മറവിൽ ദേശീയ വിരുദ്ധ അജണ്ടകൾ പ്രചരിപ്പിക്കുക, കള്ളപ്പണം വെളുപ്പിക്കുക, അങ്ങനെ പല രീതിയിലുള്ള താല്പര്യങ്ങളാണ് ഈ സിനിമയുടെ നിർമ്മാണത്തിന് പിന്നിൽ. സിനിമയിൽ നിന്നും 17 രംഗങ്ങളാണ് ഒഴിവാക്കുന്നത് എന്നാണ് സൂചന. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ രംഗങ്ങൾ, കലാപത്തിലെ ചില രംഗങ്ങൾ തുടങ്ങിയവയാണ് ഒഴിവാക്കുന്നത്. നിർബന്ധിത റീസെൻസറിംഗ് അല്ല, മറിച്ച് സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ സ്വയം സിനിമയിൽ ചില വെട്ടിത്തിരുത്തലുകൾ നടത്തിക്കൊണ്ട് പരിഷ്കരിച്ച ഒരു പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത്. നിർമ്മാതാക്കൾക്ക് സ്വയം തോന്നിയാലല്ലേ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് തെറിയഭിഷേകമാണല്ലോ കിട്ടുന്നത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.